കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ പോകുന്നത് ഏച്ചിയുടെ വീട്ടിലേക്കാണ്. ഞാനും അനിയത്തിയും അവളുടെ ഹസ്ബൻഡുമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയട്ടാ. എത്തിയപ്പോൾ ഞങ്ങൾ കാണുന്നത് നാരങ്ങയൊക്കെ പൂത്തിട്ടാണ്. നാരങ്ങ ഉണ്ണിമാങ്ങയും ആയിട്ടുണ്ട്. ഇത് കോമാങ്ങയാണെന്ന് തോന്നുന്നു. കുറച്ച് മാങ്ങയൊക്കെ ആയിട്ടുണ്ട്. അവളിങ്ങനെ എന്തൊക്കെയോ നടും കേട്ടാ. പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ടായിനെ. ഞാൻ മാങ്ങേൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എല്ലാം എടുത്തു. ഞാനിങ്ങനെ മാങ്ങയൊക്കെ ഇക്കൊല്ലം പറഞ്ഞിട്ട് ആദ്യമായിട്ട് തൊടുന്നതാന്ന് കേട്ടാ. അവരിന്ന് മാമാനത്ത് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിനെ. അത് കഴിഞ്ഞിട്ടാണ് ഏച്ചീൻ്റെ വീട്ടിലൊക്കെ പോകുന്നത്. ഏച്ചി നല്ല വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല കപ്പയും പോർക്ക് ഫ്രൈയും ഒക്കെ ഉണ്ടാക്കിന് കേട്ടാ. അവൾ സാരിയൊക്കെ എടുത്തിട്ടാണേ വന്നിട്ടുണ്ടായിനി. നല്ല സാരിയാണേ. അവർ തമ്മിൽ എന്തെല്ലോ വർത്താനം പറയലാന്ന് കേട്ടാ. അങ്ങനെ കാശിയുടെയും കാർത്തിക്കിൻ്റെയും മീനിൻ്റെ കുളം കാണിച്ചു തരാം. ഇതാണ് മീൻ കുളം. അവരൊരു റമ്മിൽ കുറച്ച് വെള്ളമില്ലാക്കി പിന്നെ ഗപ്പിക്കുട്ടികളെയും വേറെ 2 തരം മീനും ഉണ്ട് കേട്ടോ. അതിനെ വളർത്തുന്നുണ്ടായിനെ. ഞാൻ കുറേ മീനെയൊക്കെ പിടിച്ച് കളിച്ച് കേട്ടാ. കുഞ്ഞി ഗപ്പിക്കുട്ടികൾ ഉണ്ടായിന്. കാശിയോട് കുറച്ച് തരുമോ ചോദിച്ചാൽ ഇല്ല തരൂലെന്നാണ് കേട്ടാ പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ അലൈവ് ചോദിച്ചപ്പോൾ അലൈവിനൊരു 5-6 മീനെ കൊടുത്തിന് കേട്ടാ. വയ്യ പറഞ്ഞാക്കിയിട്ട് ഒരു 5-6 മീനെ കൊടുത്തിനെ. 2 ഗർഭിണി മീനെ കൊടുത്തിന് കേട്ടാ. അത് അടുത്തായിട്ട് പ്രസവിക്കും. കുറേ മീനുണ്ട് കേട്ടാ. അതിൽ ഒരു കളർവാലൻ മീനെല്ലാം ഉണ്ടേ. അവർ പേരിട്ടിയാന്ന് കളർവാലൻ. വാലിന് കളറില്ലോണ്ട് കളർവാലൻ എന്നാണ് കേട്ടാ വിളിക്കുന്നത്. കുറേ മീനുണ്ട് അതിൽ. കുറേ പ്രസവിച്ച കുഞ്ഞിയുണ്ട് കേട്ടാ. ഇപ്പം വേറെ മീനിനെ മേടിക്കാൻ വേണ്ടിയിട്ട് വാശിയാന്നേ. ഫൈറ്റർ മീനിനെ വേണം പോലും അവർക്ക്. അത് മേടിക്കാൻ വേണ്ടിയിട്ട് കളിക്കലാന്ന് കേട്ടാ. ഇപ്പം അതിൽ ആമ്പലൊക്കെ ഉണ്ടായിനെ. അങ്ങനെ ഞങ്ങൾ കപ്പയും പോർക്ക് ഫ്രൈയും കഴിക്കലാണ് കേട്ടാ. അവളുടെ പച്ചക്കറിയാണിത്. തക്കാളിയൊക്കെ ആയിട്ടുണ്ടേ. പഴുത്തില്ല, ആയി നിൽക്കുന്നുണ്ട്. പിന്നെ വഴുതനങ്ങ നട്ടിട്ടുണ്ട്. വഴുതനങ്ങ ആയിട്ടുണ്ട്. പിന്നെ ഇതാണ് ചീരത്തണ്ട് കേട്ടാ. നല്ല ഇതിൻ്റെ ഇലയും തണ്ടൊക്കെ വറക്കും. നമ്മൾ വറവാക്കുന്ന ഒരു ചീരച്ചപ്പാണതേ. അങ്ങനെ ഞാനതിൻ്റെ ഒരു കഷ്ണമൊക്കെ എടുത്തവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ. എനിക്ക് എൻ്റെ വീട്ടിൽ പോയിട്ട് നടാൻ വേണ്ടിയിട്ട് ഞാനൊരു തണ്ട് തരുമോ ചോദിച്ചിട്ട് എനിക്ക് പൊരിച്ച് തന്നിട്ടുണ്ട് ഓള്. എന്നിട്ട് നമ്മൾ നേരെ ഏട്ടൻ്റെ തറവാട്ടിൽ വീട്ടിലേക്ക് പോയേ. അവിടെ ആടും പശുവും ഒക്കെ ഉണ്ടായിന്. ഒരു പശുക്കുട്ടിയൊക്കെ ആയിട്ടുണ്ടേ. ഒരു കുഞ്ഞാടും ഉണ്ട്. ഞങ്ങൾ ആടിനെയും പശുവിനെയൊക്കെ നോക്കി. രതീഷേട്ടൻ്റെ അമ്മയൊരു കൃഷിക്കാരിയാണേ. പച്ചക്കറിയൊക്കെ നടാറുണ്ടായിരുന്നു. പിന്നെ മുറ്റത്തുണ്ട് കോളിഫ്ലവറൊക്കെ നട്ടിട്ടേ. അത് കോളിഫ്ലവർ ആയിട്ടുണ്ട് കേട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നാട്ടിലൊക്കെ കോളിഫ്ലവർ ആയിട്ട് കാണുന്നേ. ഓരോന്നാവാൻ നോക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.